ഹായ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നൈഫ്. ഇന്ന് നമ്മളൊരു ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഓപ്പൺ ഓപ്സ്ട്രയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളൊരു ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ജസ്റ്റ് മനസ്സിലാക്കണം. എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ ചെയിൻ നോക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുക. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഒരു 35,000 കോൾ ഓപ്ഷനിൽ ഹ്യൂജ് ഓപ്പൺ ഇൻട്രസ്റ്റും അതുപോലെ 34,500 ഹ്യൂജ് ഓപ്പൺ ഇൻട്രസ്റ്റും ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി 34,745 എന്ന റേഞ്ചിലാണ്. അപ്പോൾ എന്താണ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് ലേശം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രാറ്റജി മോഡിൽ പോയി എൻട്രി എടുക്കുക. എന്നാൽ നമുക്ക് എന്താണ് ഒരുമിച്ച് എൻട്രി എടുക്കാം. നമ്മളിപ്പോൾ എൻട്രി എടുക്കാൻ പോകുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ മാർക്കറ്റുള്ളത് 34,763 ആ റേഞ്ചിലാണല്ലേ. നമ്മൾ സ്ലൈറ്റ്ലി ഒരു ബെയറിഷ് മോഡലാണ് നമ്മൾ ആ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ 34,700 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നു. ഓക്കെ, രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ട് കോൾ ഓപ്ഷനും 34,700 കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ നമ്മൾ രണ്ടും എടുത്തു. മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ കൊടുത്തു, പ്ലേസ് ഓർഡർ കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഓർഡറുകൾ എന്താണ് അവിടെ ഹിറ്റായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കും പ്രോഫിറ്റും ലോസും അവിടെ കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ പൊസിഷനിൽ വന്നിട്ട് നോക്കാം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു 34,500 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ മാർക്കറ്റിന് ലേശം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ 34,500 അല്ലേ, ആ ഒരു രണ്ട് ഇമ്പോർട്ടൻസ് ലെവൽ നമ്മുടെ മൈൻഡിൽ വേണം. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെയാണ് ചെയ്യുന്നത്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു സൈഡ് സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യും. അതായിരിക്കും നമ്മുടെ ആ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമ്മളെപ്പോഴും പല ആളുകളും എന്താണ് 30% സ്റ്റോപ്പ് ലോസ് 40% സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പലപ്പോഴും ചെയ്യുമ്പോഴെന്താണ് നമുക്ക് ഒരു സ്ട്രാഡിൽ ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഈ ഒരു രീതി കുറച്ചും കൂടി ബെറ്ററാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നു ആദ്യം. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് പ്രീവിയസ് ഡേയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്യുന്നു. പ്രീവിയസ് ഡേ ഹൈ, ലോ, അതുപോലെ സപ്ലൈ സോണ്, ഡിമാൻഡ് സോണ്, പിന്നെ കൂടാതെ നമ്മുടെ എന്താണ് CPR നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, എവിടെ ടാർഗറ്റ് വെക്കുക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു 30% 40% സ്റ്റോപ്പ് ലോസ് വെക്കുന്ന രീതിയേക്കാളും എന്താണ് കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ടെന്ന് എനിക്ക് തോന്നിയിരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി നമ്മളിപ്പോൾ ചെറിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:20 നമ്മൾ ട്രേഡ് എടുത്തത്. 9:20 ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ടോ, നമ്മളെ ലെവൽസ് ബ്രേക്ക് ഈവൻസ് കടന്നു പോകുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 1:20 ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ഇവിടെ കാണാം. 1950 റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പൊസിഷൻസ് എവിടെ നോക്കാം. നമ്മുടെ എടുത്തത് 34,700 ആയിരുന്നു അല്ലേ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എവിടെയുള്ളത് 34,830. നമ്മുടെ ബ്രേക്ക് ഈവൻ എവിടെയായിരുന്നു 35,000. അത് ബ്രേക്ക് ചെയ്തില്ല. 34,950 റേഞ്ചിൽ ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് മാർക്കറ്റ് വന്നു. ഇൻ കേസ് വീണ്ടും മാർക്കറ്റ് 34,700 റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എത്ര കിട്ടും, ഒരു 4,000 റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ 2,000 ഇൻ കേസ് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് ഹ്യൂജ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2,000 പ്രോഫിറ്റ് പോയിട്ട് ചിലപ്പോൾ 1,000 ലോസിലേക്ക് വരെ എത്താം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും, നമ്മുടെ മാക്സിമം നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്താണ് സേവ് ചെയ്തുകൊണ്ടാണ് ഇനി ട്രേഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കവിടെ കാണാം 34,830 എന്ന റേഞ്ചിൽ എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു 20 മൂവിങ് ആവറേജ് ഉണ്ടല്ലേ. അപ്പോൾ ആ സൈഡ് കട്ട് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കോൾ സൈഡിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കും. ഇപ്പോൾ ഓൾറെഡി ഞാൻ കോൾ സൈഡിന് ഒരു 10 പോയിൻറ്റ് ട്രിഗർ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഹിറ്റായി കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ അത് ഹിറ്റായിട്ട് മാർക്കറ്റ് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, 1,500 കുറയാതെ നമ്മൾ നോക്കും. എപ്പോഴാണോ 1,500 റേഞ്ചിൽ എത്തുന്നത് ആ സമയത്ത് നമ്മൾ ഫുൾ പൊസിഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കോൾ സൈഡിൻ്റെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നു ട്രിഗർ. അത് ഹിറ്റായിട്ടുണ്ട്. കാരണം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ബാങ്ക് നിഫ്റ്റിയിൽ 34,830 എന്നൊരു 20 മൂവിങ് ആവറേജ് റേഞ്ച് ഉണ്ടായിരുന്നല്ലേ. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് എന്താണ് എൻ്റെ കോൾ സൈഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇപ്പോൾ പുട്ട് സൈഡിൽ ഇപ്പോൾ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് നേരത്തെ 2,000 ഉണ്ടായിരുന്നത് ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്.
1500 റേഞ്ചിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ആ ഒരു 20 മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയത് കണ്ടില്ലേ. ആ സമയത്താണ് നമ്മുടെ കോൾ സൈഡ് ഹിറ്റ് ആയത്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു വന്നു കേട്ടോ. നമുക്ക് നോക്കാം, നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഫിറ്റ് സേവ് ചെയ്യാണ്. എപ്പോഴാണ് 1500 റേഞ്ച് പ്രോഫിറ്റ് കാണിക്കുന്നത് ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കാണാം ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് പ്രോഫിറ്റ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1500 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്, സ്ക്വയർ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ അതിന് മുമ്പ് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം നമ്മുടെ ചാർട്ടിൻ്റെ അവസ്ഥ എന്താണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് നേരെ തിരിച്ച് മാർക്കറ്റ് വന്നിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് നമ്മുടെ ഒരു സൈഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതുകൊണ്ട് ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എന്താണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് വരുള്ളൂ. മാർക്കറ്റ് തിരിച്ചാണ് വരുന്നത്, അതുകൊണ്ട് നമ്മുടെ പൊസിഷൻസ് എല്ലാം നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രോഫിറ്റ് 1530 ആണ്. നമ്മുടെ ഈ ഒരു ലോട്ട് ബാങ്ക് നിഫ്റ്റി സ്ട്രാഡിൽ ചെയ്തതിൽ കിട്ടിയ നമ്മുടെ പ്രോഫിറ്റ്. നമ്മുടെ ട്രേഡുകളിൽ എപ്പോഴും നമ്മൾ എന്താണ് പിന്നെ പ്രോഫിറ്റിനും അതുപോലെ തന്നെ ലോസിനും ഒക്കെ നമ്മൾ എന്താണ് ഒരു ലിമിറ്റ് വെക്കണം. മാക്സിമം ലോസ് നമുക്ക് എത്ര 1% കൂടുതൽ എന്താണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ആ രീതി, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കുറയാത്ത രീതി, ഒരു ലെവലിൽ പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് കുറയാതെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒരു റിട്ടേൺസ് എപ്പോഴും നമുക്ക് കൂടിക്കൊണ്ട് വരുള്ളൂ. കാരണം പല ആളുകൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താ വെച്ചാൽ ഒരു പ്രോഫിറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ ട്രേഡ് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ അല്ലെങ്കിൽ നിഫ്റ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ കിട്ടിയ പ്രോഫിറ്റും പോകും, പിന്നെ അത് ലോസിലേക്കാണ് അവസാനിക്കുക. അങ്ങനെ വരുത്താതെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റിൽ എത്താൻ കഴിയാത്ത ആളുകൾ, ഇപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആയാലും സെല്ലിങ് ആയാലും ഒക്കെ എന്താണ് പല ആളുകളും എന്താണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ ഒരു സിസ്റ്റം പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ലോസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി ലോസ് വരുന്ന ആൾ തൽക്കാലം അവരുടെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ ചാനലിൻ്റെ കോഴ്സ് അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ കറക്റ്റ് പഠിക്കുക. ആ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. ഈ പഠിച്ച് കഴിഞ്ഞാൽ മാത്രം പോരാ, ആ പഠിപ്പിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം. കറക്റ്റായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ലൈവ് ട്രേഡിൽ തന്നെ ചെയ്യണമെന്നില്ല. ഒരു 1-2 മാസം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ബാക്ക് ടെസ്റ്റഡ് ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റിലുണ്ട്, ഇത് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന. അതിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ. എന്നിട്ട് 1-2 മാസം ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ എത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലൈവ് ട്രേഡിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആവും, ധൈര്യം വരും, നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസും കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, കോഴ്സ് ചെയ്തിട്ട് അത് പ്രാക്ടിക്കലായിട്ട് പഠിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ബ്രോ ചാനലിൻ്റെ കോഴ്സ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, വളരെ ചെറിയ ഫീ ഉള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ് വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, ഒരു 15 സ്ട്രാറ്റജികളുള്ള ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് തരും, അതിന് വളരെ ചെറിയൊരു ഫീ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് പൊസിഷണൽ ട്രേഡുകളും ഇൻട്രാഡേ ട്രേഡുകളാണ്. 5 സ്ട്രാറ്റജിയാണ് ഓപ്ഷൻ സെല്ലിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിലേതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു സ്ട്രാറ്റജിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡായിട്ടോ നമുക്ക് കാണാം. ബൈ.